നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുധേട്ടാ, 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 ദേവികേ, സുധേട്ടാ, ഇവള് നിങ്ങൾ വിവാഹാലോചനയ്ക്ക് വന്നവരാണോ അതോ കച്ചവടത്തിന് വന്നവരാണോ? നിങ്ങളുടെ മകനെ വല്ല മാർക്കറ്റിലും കൊണ്ടുപോയി ഇറച്ചി വിലക്ക് തൂക്കി വിൽക്കും. ഇവള് സുധേട്ടാ, ദേവികേ, 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 മാറിക്കോ കൊച്ചേ. നീ ഏതാ? നീ എന്താ കാണിക്കുന്നത്? ഏതാടി നീ? എന്തുവാടി നീ കാണിക്കുന്നത്? സുധേട്ടൻ, ആരാടി നിന്റെ ചുതിയേട്ടൻ? മാറടി, ഇറങ്ങി പോടി. ഇവളോ? ഇവളെന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിത്യക്ക് അറിയോ ഇവരെ? അറിയാവോന്നോ? നിത്യ, എന്റെ ഏട്ടനെ തെക്കോട്ട് എടുക്കാനുള്ള കാരണക്കാരിയല്ലേ ഇവര്? മോളെ, നിങ്ങളൊന്ന് പോയേ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന കണ്ടില്ലേ? നിത്യ, മോളെ, നിന്റെ ഏട്ടന്റെ, എന്റെ സുധേട്ടന്റെ ഹൃദയോ സിദ്ധാർത്ഥന്റെ ഉള്ളില്. അതിനിപ്പോ എന്താ പ്രശ്നം ഉണ്ടാക്കാതൊന്ന് പോ നോക്ക് പ്ലീസ്. ഒന്ന് പോയിത്താ. മോളൊന്ന് സമാധാനപ്പെട്. ആദ്യം ഈ ചടങ്ങൊന്ന് നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. ഇവളെ പിടിച്ചിറക്കി വിട്ടിട്ട് മതി ചടങ്ങൊക്കെ. ഒരിക്കൽ ഞങ്ങളെ അപമാനിച്ചിറക്കി വിട്ടവളല്ലേടി നീ? അതിന് കിട്ടിയ സമ്മാനമാ ഈ വിധവാ പട്ടം. ഇറങ്ങി പോടി. നല്ല ചടങ്ങുകൾക്ക് വിധവകൾ അപശകുന. ഇറങ്ങ
ഇറങ്ങങ്ങോട്ട് ഇറങ്ങടി ഇറങ്ങി പോവാൻ ഇറങ്ങങ്ങോട്ട് ഇറങ്ങടി ഇറങ്ങോട്ട് എടി ഇറങ്ങട്ട് എടി ഇറങ്ങങ്ങോട്ട് ഇറങ്ങങ്ങോട്ട് ഇറങ്ങടി വെളിയില് ഇറങ്ങടി ഇവിടുന്ന് നാളല്ലേ എടി ഇറങ്ങി പോടി ഇറങ്ങടി അങ്ങോട്ട് പ്രേമേ നീ മാറിയിക്കേ. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആ കുട്ടി. നമ്മളത് മനസ്സിലാക്കണം. എന്തോന്ന് അവസ്ഥയാച്ചാ? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വീട്ടിലേക്ക് കയറി വന്ന് ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിയാണോ? ഏതിനൊരു മര്യാദ വേണ്ടേ? ചേച്ചി, അത് മാന്യതയും മര്യാദയുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇത് മനഃപൂർവ്വം ചടങ്ങ് മുടക്കം തന്നെ വന്നു. അതെ. അല്ലെങ്കിൽ കൃത്യമായി ഈ മുഹൂർത്ത സമയത്തിന് കയറി വരില്ലല്ലോ. അത് തന്നെ. നിന്റെ ഭർത്താവിന്റെ ഹൃദയമുള്ള ആളെ തന്നെ ഞാൻ കേട്ടു. ആ ഹൃദയം കൊണ്ട് അയാൾ എന്നെ സ്നേഹിക്കുന്നത് കണ്ട് നീ നീറി നീറി ജീവിക്കണം. നിന്നോട് എനിക്കുള്ള റിവെഞ്ച് ആണത്. ദേവികെ, താനൊന്ന് സമാധാനപ്പെട്. അത് ശരി. അപ്പൊ നിങ്ങൾ പരിചയക്കാരാണല്ലേ? അത് സിദ്ധുവിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫാണ് ദേവിക. അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അവരെ. ഓ അങ്ങനെ വരട്ടെ. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ വെഡ്ഡികളാക്കുമായിരുന്നു അല്ലേ? അങ്ങനെ കരുതരുത്. വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാ. അതിന്റെ ഒരു പകപ്പിലാണ് ഞങ്ങളും. മുഹൂർത്തം കഴിയാറായി. എന്താ വേണ്ടത്? ചടങ്ങ് നടക്കണം ഇന്ന് തന്നെ. ഒരു പെൺകൊച്ചിന്റെ കണ്ണീരിൽ ചവിട്ടി നിന്ന് ഇന്ന് ചടങ്ങ് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. നല്ലൊരു മുഹൂർത്തം നോക്കി മറ്റൊരു ദിവസം നടത്താം. അത് മതി. എന്താണെങ്കിലും ഇന്നത് വേണ്ട. ഇനി ഈ ചടങ്ങ് നടന്നാലും നടന്നില്ലെങ്കിലും നീ തന്നെയാ ഞങ്ങളുടെ നാത്തൂന്. അതിനൊരു മാറ്റവും ഇല്ല. അപ്പോ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം ചടങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു. മറ്റൊരു പെണ്ണിന്റെ കണ്ണീര് കണ്ടപ്പോ നിങ്ങൾക്ക് തൃപ്തിയായി കാണുമല്ലോ അല്ലേ? നെറ്റിമോളെ, ഞാൻ മിണ്ടരുത്. നാശം. ഇനിയെങ്കിലും ഒന്ന് പൊക്കൂടെ? നാണം കെട്ടത്.
ദേവിക